ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയന് ഇസ്രായേൽ ആക്രമണത്തിൽ പരിക്കേറ്റെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഇറാനിലെ വാർത്താ ഏജൻസിയായ ഫാർസ് ന്യൂസാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഇസ്രായേൽ ജൂൺ 16 നടത്തിയ ആക്രമണത്തിലാണ് പെസഷ്കിയന് പരിക്കേറ്റതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പ്രസിഡന്റിനേറ്റ പരിക്ക് ഗുരുതരമായിരുന്നില്ലെന്നും നിസ്സാര പരിക്കേ പറ്റിയിട്ടുള്ളൂവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇറാൻ്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ യോഗം നടന്ന പടിഞ്ഞാറൻ തെഹ്റാനിലെ കെട്ടിടത്തിലാണ് ഇസ്രായേലിൻ്റെ മിസൈൽ പതിച്ചത്. ആക്രമണത്തിൽ പെസഷ്കിയൻ്റെ കാലിനാണ് പരിക്കേറ്റത്. പ്രസിഡന്റിനെ കൂടാതെ പാർലമെൻറ്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാദ്, ജുഡീഷ്യറി മേധാവി മൊഹ്സെനി എജയ്, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. കെട്ടിടത്തിൻ്റെ പ്രവേശന കവാടത്തിലേക്കും പുറത്തേക്കുള്ള കവാടത്തിലേക്കും 6 മിസൈലുകളാണ് പതിച്ചത്. ഇറാനിയൻ ഉദ്യോഗസ്ഥർ കെട്ടിടത്തിൻ്റെ താഴത്തെ നിലകളിലായിരുന്നു. അടിയന്തര സാഹചര്യമുണ്ടായാൽ രക്ഷപ്പെടാനുള്ള മാർഗം മുൻകൂട്ടി തയ്യാറാക്കിയിരുന്നു. ഉദ്യോഗസ്ഥർ അതിലൂടെ രക്ഷപ്പെട്ടെന്നും വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. പെസഷ്കിയനൊപ്പം മറ്റു ചില ഉദ്യോഗസ്ഥർക്കും നിസ്സാര പരിക്കേറ്റിരുന്നു. ആക്രമണത്തിൻ്റെ സ്വഭാവം കണക്കിലെടുത്ത് സംഭവത്തിന് മുന്നിൽ ഒരു ചാരൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന നിഗമനത്തിലാണ് ഇറാൻ. തന്നെ വധിക്കാൻ ഇസ്രായേൽ ശ്രമിച്ചെന്ന് മസൂദ് പെസഷ്കിയൻ നേരത്തെ ആരോപിച്ചിരുന്നു. 12 ദിവസത്തെ യുദ്ധത്തിനിടെ ഇസ്രായേൽ സൈന്യം നിരവധി ഇറാനിയൻ സൈനിക നേതാക്കളെയും ആണവശാസ്ത്രജ്ഞരെയും കൊലപ്പെടുത്തിയിരുന്നു. ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ വധിക്കാൻ ഇസ്രായേൽ പദ്ധതിയിട്ടിരുന്നതായും രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനിടെ ഇറാനിലെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിന് സഹായം നൽകിയ ചാരസുന്ദരിയെ തിരയുകയാണ് ഇറാൻ. മൊസാദിൻ്റെ ഏജൻ്റായി പ്രവർത്തിച്ചത് ഫ്രഞ്ച് മാധ്യമ പ്രവർത്തക കാതറിൻ പെരസ് ശക്തമാണ്. ചാരപ്രവൃത്തിക്കായി കാതറിൻ മതം മാറി. ഇറാനിലെ തന്ത്രപ്രധാന മേഖലകളിൽ കാതറിൻ നുഴഞ്ഞു കയറിയതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെയും ആണവ ശാസ്ത്രജ്ഞരെയും കമാൻഡർമാരെയും വകവരുത്താനുള്ള വിവരങ്ങൾ മൊസാദിന് കൈമാറിയത് കാതറിനാണ്. പശ്ചിമേഷ്യൻ ഇസ്ലാമിക കാര്യങ്ങളിൽ വൈദഗ്ധ്യമുള്ള പൊളിറ്റിക്കൽ റിപ്പോർട്ടറാണ് കാതറിൻ. ഫ്രാൻസിലെ ജൂത കുടുംബത്തിലാണ് കാതറിൻ ജനിച്ചത്. സൈക്കോളജിയിൽ ലണ്ടൻ സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടി. പിന്നാലെ ധനകാര്യത്തിലും ആശയവിനിമയത്തിലും ബിരുദാനന്തര ബിരുദം നേടി. ലണ്ടനിൽ പഠിക്കുമ്പോൾ യമനിൽ നിന്നുള്ള സുന്നി മുസ്ലിമുമായി പ്രണയത്തിലായി. പിന്നീട് വിവാഹത്തിനായി ഇസ്ലാമിലേക്ക് മതം മാറി. തെഹ്റാൻ ടൈംസ്, യമൻ പോസ്റ്റ്, ദി ഗാർഡിയൻ എന്നിവിടങ്ങളിൽ ജോലി ചെയ്തു. ശേഷം ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വെബ്സൈറ്റായ ഖമനി.IRL ബ്ലോഗറായി. 2017 ഇറാനിലെത്തിയ കാതറിൻ രാഷ്ട്രീയ നേതാവും അന്നത്തെ സ്ഥാനാർത്ഥിയുമായ ഇബ്രാഹിം റൈസിയുമായി സൗഹൃദം സ്ഥാപിച്ചു. റൈസി വഴി ഇറാനിലെ പല നേതാക്കളുമായും ഉന്നത ഉദ്യോഗസ്ഥരുമായും സൗഹൃദം സ്ഥാപിച്ചു. ആദ്യം സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാര്യമാരുമായി കാതറിൻ സൗഹൃദത്തിലായി. അവരുടെ വിശ്വാസം നേടി. അവരുടെ വീടുകളിലെ നിത്യസന്ദർശകയായി. സുരക്ഷ കർശനമായ സ്ഥലങ്ങളിൽ പോലും അനായാസം കയറിക്കൂടാൻ കാതറിന് കഴിഞ്ഞു. ഓരോ സ്ഥലങ്ങളിൽ എത്തിയപ്പോഴും അവർ അതീവ രഹസ്യമായി ഫോട്ടോ എടുക്കുകയും വിവരം നേരിട്ട് മൊസാദിന് കൈമാറുകയും ചെയ്തു. ഇറാൻ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോഴേക്കും കാതറിൻ ദൗത്യം പൂർത്തിയാക്കിയിരുന്നു. പിന്നീട് അവർ ഇറാൻ വിടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ കാതറിനെ തിരയുകയാണ്. എന്നാൽ കാതറിൻ എവിടെയാണെന്ന് ആർക്കും അറിയില്ല.